ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുതിയ സീസണിൽ ഇന്ത്യൻ പരിക്ക് ലീഗ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം താരങ്ങളാണ് പരിക്കിനെ തുടർന്ന് സീസണിൽ അനിശ്ചിതാവസ്ഥ നേരിടുന്നത്. പല ഫ്രാഞ്ചൈസികളും താരങ്ങളുടെ പരിക്കിൽ വലഞ്ഞിരിക്കുകയാണ്. ചില വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ചിലർക്ക് സീസൺ ഇതിനകം പൂർണ്ണമായും നഷ്ടമാകുമെന്ന് ഉറപ്പായി. ചിലർക്ക് ആദ്യത്തെ കുറച്ച് മത്സരങ്ങളും നഷ്ടമാകും. IPL തുടങ്ങാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ പരിക്കിനെ തുടർന്ന് മത്സരം നഷ്ടമാകുന്ന താരങ്ങളെ ഒന്ന് നോക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, കിരീടം മോഹിച്ചെത്തുന്ന ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ഫ്രാഞ്ചൈസികളെയാണ് പരിക്ക് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. മറ്റ് ടീമുകളും പരിക്കിൻ്റെ ആശങ്കകളുണ്ട്. RCBയാണ് ഏറ്റവും അധികം ബാധിച്ചത്. അവരുടെ ഗെയിം പ്ലാനിനെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് താരങ്ങളുടെ പരിക്ക് വന്നിരിക്കുന്നത്. എല്ലായ്പ്പോഴും അവർക്ക് ആശങ്കയാവാറുള്ളത് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ ആ ആശങ്ക കഴിഞ്ഞ സീസണിൽ മറികടന്നപ്പോൾ ടീം ഇതാദ്യമായി കിരീടവും നേടി. ഇത്തവണ കിരീടം നിലനിർത്താനൊരുങ്ങുന്ന RCBക്ക് വീണ്ടും ആശങ്കയാകുന്നത് അവരുടെ സ്റ്റാർ പേസർ ജോഷ് ഹേസൽവുഡിൻ്റെ പരിക്ക് തന്നെയാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 22 വിക്കറ്റുകളുമായി RCBയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു ഹേസൽവുഡ്. എന്നാൽ ഇത്തവണ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഹേസൽവുഡ് ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് കീഴിൽ സിഡ്നിയിൽ റീഹാബിലിറ്റേഷനിലാണ് ഹേസൽവുഡ്. യാത്രയ്ക്കുള്ള ക്ലിയറൻസ് ഇതുവരെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ താരത്തിന് നൽകിയിട്ടില്ല. ഏപ്രിൽ പകുതിയോടെ ഹേസൽവുഡ് RCBക്കൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് വിവരം. ജേക്കബ് ഡഫി പകരക്കാരനായി ടീമിലുണ്ടെങ്കിലും നിലവിൽ താരം അത്ര മികച്ച ഫോമിലല്ല. RCBയുടെ തന്നെ ശ്രീലങ്കൻ പേസർ നുവാൻ തുഷാരയും പരിക്കിൻ്റെ പിടിയിലാണ്. ടീം കോമ്പിനേഷൻ തന്നെ ആശങ്കയായ പരിക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റേത്. ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ പാറ്റ് കമ്മിൻസ് പരിക്കേറ്റ് പുറത്തായതോടെ ടീം അഴിച്ചുപണിയേണ്ട അവസ്ഥയിലാണ്. താൽക്കാലിക ക്യാപ്റ്റനായി ഇഷാൻ കിഷനെ നിയമിച്ചെങ്കിലും ബൗളിങ്ങിലെ ആശങ്കകൾ അകലുന്നില്ല. കഴിഞ്ഞ സീസണിൽ 16 വിക്കറ്റുമായി ടീമിൻ്റെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു കമ്മിൻസ്. ശ്രീലങ്കൻ താരമായ ഇഷാൻ മലിംഗയും പരിക്കിലാണ്. മറ്റൊരു ഓസീസ് താരമായ ജാക്ക് എഡ്വാർഡ്സും പരിക്കിനെ തുടർന്ന് പുറത്താണ്. പേസ് ബോളിംഗ് ഓൾറൗണ്ടറായ ജാക്ക് എഡ്വാർഡ്സിനെ ഇത്തവണ ലേലത്തിൽ 3 കോടി കൊടുത്താണ് SRH സ്വന്തമാക്കിയത്. ലേലത്തിലെ ഏക അൺക്യാപ്ഡ് ഓവർസീസ് താരവും ജാക്ക് എഡ്വാർഡ്സ് ആയിരുന്നു. IPLൽ അരങ്ങേറ്റം മോഹിച്ചെത്തിയ 25-കാരന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. മികച്ചൊരു ഫോറിൻ പേസ് ഓപ്ഷൻ ഇല്ലാത്തത് ഇത്തവണ ഹൈദരാബാദിൻ്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. കൊൽക്കത്തയുടെ ആശങ്കകളും പേസർമാരിൽ തന്നെയാണ്. ഇന്ത്യൻ പേസറായ ഹർഷിത് റാണയും ശ്രീലങ്കയുടെ മദീഷ പതിരാനയുമാണ് പരിക്കിൻ്റെ പിടിയിലുള്ളത്. ഇന്ത്യ ജേതാക്കളായ ഇക്കഴിഞ്ഞ 2020 ലോകകപ്പിൻ്റെ ക്യാമ്പിനിടെയാണ് ഹർഷിതിന് കാലിൽ പരിക്കേറ്റത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിനിടെ വലതുകാലിനേറ്റ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് ലോകകപ്പ് നഷ്ടമായിരുന്നു. പതിരാനയ്ക്ക് ലോകകപ്പിനിടെയാണ് പരിക്കേറ്റത്. 18 കോടി കൊടുത്താണ് പതിരാനയെ കൊൽക്കത്ത ഇത്തവണ സ്വന്തമാക്കിയത്. ഇരുവരും എപ്പോൾ മടങ്ങിയെത്തുമെന്ന് KKR മാനേജ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടില്ല. വിവാദങ്ങളെ തുടർന്ന് മുസ്താഫിസ് റഹ്മാനെ നേരത്തെ തന്നെ കൊൽക്കത്ത റിലീസ് ചെയ്തിരുന്നു. പകരമായി സിംബാബ്വേയുടെ ബ്ലെസ്സിംഗ് മുസ്റബാനിയെയാണ് ടീം സ്വന്തമാക്കിയത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉപേക്ഷിച്ച് താരം IPLലേക്ക് എത്തുകയായിരുന്നു. ലക്നൗ ആണ് പരിക്കിൽ നട്ടം തിരിയുന്ന മറ്റൊരു ടീം. 3 താരങ്ങളാണ് പരിക്കിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. ഇത് 3 ബൗളർമാരാണെന്നുള്ളതാണ് ലക്നൌവിനെ ആശങ്കപ്പെടുത്തുന്നതും. ശ്രീലങ്കയുടെ ബൗളിംഗ് ഓൾറൗണ്ടർ വാനിന്ദു ഹസരംഗ, ഇന്ത്യൻ പേസർമാരായ മൊഹസിൻ ഖാൻ, മായങ്ക് യാദവ് എന്നിവരാണ് പരിക്ക്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓസ്ട്രേലിയൻ താരം നഥാൻ എല്ലിസാണ് അവസാനം പരിക്കിൻ്റെ പിടിയിലാകപ്പെട്ടത്. കഴിഞ്ഞ സീസണിൽ 2 കോടിക്ക് ചെന്നൈ നിലനിർത്തിയ എല്ലിസിന് സീസൺ മുഴുവനായി നഷ്ടമായേക്കും. ആംസ്ട്രിംഗ് ഇഞ്ചുറിയാണ് താരത്തിന് വിനയായത്. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറൻ്റെ പരിക്കാണ് രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായത്. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ സെമിയിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച താരമാണ് ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഒരുപോലെ തിളങ്ങുന്ന സാം കറൻ. ഗ്രോയിൻ ഇഞ്ചുറിയാണ് കറന് സീസൺ മുഴുവൻ നഷ്ടമാകാൻ കാരണം. മുംബൈ ഇന്ത്യൻസ് ഓൾറൗണ്ടറായ അഥർവ അൻഗോൽക്കറിനും സീസൺ മുഴുവൻ നഷ്ടമാകും. രഞ്ജി ട്രോഫിക്കിടെ കാൽമുട്ടിനേറ്റ പരിക്കാണ് അൻഗോൽക്കറിന് തിരിച്ചടിയായത്. താരം സർജറിക്ക് വിധേയനായി കഴിഞ്ഞു. മുംബൈ ഇതുവരെ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. പഞ്ചാബ് കിങ്സിൻ്റെ കിവി ഓൾറൗണ്ടർ ലോക്കി ഫെർഗൂസനും IPLൻ്റെ തുടക്കത്തിലുണ്ടാവില്ല. പരിക്കല്ല, കുഞ്ഞ് ജനിച്ചതിനാൽ കുടുംബത്തോടൊപ്പം നിൽക്കാനാണ് താരം അവധിയെടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം ടീമിനൊപ്പം ചേരും. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇഞ്ചുറി പ്രീമിയർ ലീഗ് എന്ന് പറയേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. മത്സരം മുറുകുമ്പോഴേക്ക് താരങ്ങൾ ടീമിനൊപ്പം ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.